വെൽക്കം സ്റ്റുഡൻസ്. നമുക്കിന്ന് പഠിക്കാനുള്ളത് 10ാം ക്ലാസ്സിലെ ജോഗ്രഫി 5ാമത്തെ ചാപ്റ്റർ പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് പബ്ലിക് റവന്യൂ എന്ന ഭാഗമാണ്. അതിൽ ഫസ്റ്റ് തന്നെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചിത്രം കൊടുത്തിരിക്കുന്നു നോക്കുക. അതിന് മുൻപ് നമ്മൾ ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ള പ്രധാന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ പൊതുധനകാര്യവുമായി ബന്ധപ്പെട്ട പൊതുചെലവ്, പൊതുവരുമാനം, പൊതുക്കടം എന്നിവയെക്കുറിച്ചാണ് കൂടുതലും പഠിക്കാനുള്ളത്. ടെക്സ്റ്റ് ബുക്കിലേക്ക് നോക്കുക, ഒരു ചിത്രം കൊടുത്തിരിക്കുന്നു. അതിൽ പട്ടാളക്കാരിയിരിക്കുന്നു അല്ലേ, ഒരു ഹോസ്പിറ്റലിൻ്റെ കവാടമാണ് കാണിച്ചിരിക്കുന്നത്. പിന്നീട് കാണിച്ചിരിക്കുന്നത് ഒരു റേഷൻ കടയാണ്. പിന്നെ റോഡ് നിർമ്മാണം, അത്രയും കാണിച്ചിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. അപ്പോൾ ചിത്രങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. ഒബ്സർവ് ദ പിക്ചേഴ്സ് ഗിവൺ അബവ്. ദേ ആർ റിലേറ്റഡ് ടു സർട്ടൻ ആക്ടിവിറ്റീസ് പെർഫോംഡ് ബൈ ദ ഗവൺമെൻറ്. വാട്ട് ആർ ദേ? ഫൈൻഡ് ഔട്ട് ദി അതർ ആക്ടിവിറ്റീസ് ബൈ ദി ഗവൺമെൻറ്. അപ്പോൾ ഇവിടെ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ ചില പ്രവർത്തനങ്ങളാണ്. ഒന്നാമത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡ്രിങ്കിങ് വാട്ടർ, രണ്ടാമത്തേത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽഫെയർ പെൻഷൻ, പ്രൊട്ടക്ഷൻ ഓഫ് എൻവിറോൺമെൻറ്റ്, അങ്ങനെ കൊടുത്തിരിക്കുന്നു. അപ്പോൾ ചിത്രത്തിൽ ആദ്യം നമുക്ക് കാണുന്നത് പട്ടാളക്കാരിരിക്കുന്നതാണ്, ഡിഫൻസ് അല്ലേ. ഡിഫൻസിൻ്റെ മെത്തേഡ്സൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ്റിൽ നിന്നാണ് ഡിഫൻസ്. പിന്നെ അതുപോലെ തന്നെ മറ്റ് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ കഴിയും ഗവൺമെൻറ് ചെയ്യുന്നത് അല്ലേ? പാലം നിർമ്മിക്കൽ, പരിസ്ഥിതി സംരക്ഷണം, പിന്നീട് ഡാമുകളൊക്കെ കൺസ്ട്രക്ട് ചെയ്യുന്നത്, അത്തരം കാര്യങ്ങളൊക്കെ ജനക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഗവൺമെൻറ്റാണ്. We have seen that the government undertakes many activities. Why are these activities carried out? They are for the welfare of the people. Money is required for all these activities. അപ്പോൾ നമ്മൾ കുറേ പ്രവർത്തനങ്ങൾ പറഞ്ഞു. ഇതൊക്കെ ഗവൺമെൻറ്റാണ് ചെയ്യുന്നത്. പ്രൈവറ്റ് ആയിട്ടൊരു വ്യക്തി ആയിരിക്കില്ല ഇത്തരം കാര്യങ്ങൾ മുന്നിട്ട് വന്ന് ഇനീഷ്യേറ്റീവ് ചെയ്ത് എടുക്കുന്നത്. സർക്കാർ തലത്തിലായിരിക്കും ഇതൊക്കെ ചെയ്യപ്പെടുന്നത്. എന്തിനാണ് ഇവ ചെയ്യുന്നത്? ജനക്ഷേമം ലക്ഷ്യമാക്കിയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം പണം ആവശ്യമുണ്ട് അല്ലേ? അപ്പോൾ ഈ ആവശ്യമായി വരുന്ന പണം സർക്കാരിന് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? ദ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ബൈ ദ ഗവൺമെൻറ് ഈസ് നോൺ ആസ് പബ്ലിക് എക്സ്പെൻഡിച്ചർ. അപ്പോൾ ഇതിനെല്ലാം പണം ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സർക്കാർ പണം ചിലവാക്കുന്നു. അപ്പോൾ സർക്കാരിൻ്റെ ചിലവുകളെയാണ് നമ്മൾ പബ്ലിക് എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ പൊതുചെലവെന്ന് വിളിക്കുന്നത്. സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് ചെലവും വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കും. ആസ് ദി എക്സ്പെൻഡിച്ചർ ഇൻക്രീസസ് വിത്ത് ആൻ ഇൻക്രീസ് ഇൻ ദി ആക്ടിവിറ്റീസ് ഓഫ് ദി ഗവൺമെൻറ്. ദി എക്സ്പെൻഡിച്ചർ ഇൻക്രീസസ് വിത്ത് ദി ഇൻക്രീസ് ഇൻ ദി ആക്ടിവിറ്റീസ് ഓഫ് ദി ഗവൺമെൻറ്. അവിടെ ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു ബാർ ഡയഗ്രമാണ് കൊടുത്തിരിക്കുന്നത്. ഗീവൺ ബിലോ ഇസ് എ ഗ്രാഫ് ഷോയിങ് ദി പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇൻ ഇന്ത്യ ഫ്രം 2010 to 11 to 2016 to 17, അതായത് 2010 മുതൽ 17 വരെയുള്ള കാലഘട്ടത്തിലെ പ്രവർത്തനങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, അതെ കണ്ടോ, അത് പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്തിട്ടേ ഉള്ളൂ, അത് കുറഞ്ഞിട്ടില്ല. 2010 മുതൽ 12, 13, 14, 15, 16, 17 അങ്ങനെ ഓരോ ഫിനാൻഷ്യൽ ഇയറിലും എന്താണ് പബ്ലിക് എക്സ്പെൻഡിച്ചർ കൂടിയിട്ടേ ഉള്ളൂ, കുറയുന്നില്ല. ഒബ്സർവ് ദി ഗ്രാഫ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ആനുവൽ ഇൻക്രീസ് ഇൻ ദി പബ്ലിക് എക്സ്പെൻഡിച്ചർ. പബ്ലിക് എക്സ്പെൻഡിച്ചർ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് നോൺ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ. ഇനി ഈ പബ്ലിക് എക്സ്പെൻഡിച്ചറിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് വെച്ചാൽ വികസന ചെലവുകൾ, രണ്ടാമത്തേത് വികസനേതര ചെലവുകൾ. അതായത് ചില ചെലവുകൾ വികസനത്തിന് വേണ്ടിയിട്ടാണ് നടത്തുന്നത്, ചിലത് വികസനേതരമായിട്ടുള്ള ചെലവുകളാണ്. എന്ന് വെച്ചാൽ അത് പാഴ്ചെലവൊന്നും അല്ല. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. ദി എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ബൈ ദ ഗവൺമെൻറ് ഫോർ കൺസ്ട്രക്ടിങ് റോഡ്സ്, bridges and harbors, starting up new enterprises, setting up educational institution, etc. are considered as developmental expenditure. എന്താണ് ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ? ഇത് പരീക്ഷയ്ക്ക് ചോദിക്കും, ഷുവർ ക്വസ്റ്റ്യൻ ആണ്, സാധാരണ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഒന്ന് പഠിച്ചു വെച്ചോ. റോഡ്, പാലം, തുറമുഖം തുടങ്ങിയവ നിർമ്മിക്കുക, പിന്നീട് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുക, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുക മുതലായ പ്രവർത്തനങ്ങളുള്ള സർക്കാരിൻ്റെ ചെലവിനെയാണ് നമ്മൾ വികസന ചെലവുകൾ എന്ന് പറയുന്നത്, ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഇനി
നോൺ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ നമ്മൾ പറഞ്ഞു എന്ന് വെച്ചാൽ ഡെവലപ്മെൻറ്റ് ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ ഒരു പ്രയോജനവും ഇല്ലാതെ ഉള്ളതെന്ന് എന്നല്ല അതിൻ്റെ അർത്ഥം. പിന്നെയോ യുദ്ധം, പലിശ, പെൻഷൻ തുടങ്ങിയവയ്ക്കുള്ള ചിലവുകളെ വികസനേതര ചിലവുകൾ എന്നാണ് വിളിക്കുക നമ്മൾ. അതായത് എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഫോർ വാർ, ഇൻട്രസ്റ്റ്, പെൻഷൻ എക്സെട്ര ആർ കൺസിഡേർഡ് ആസ് നോൺ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ. ഇതിനെ നമ്മൾ നോൺ ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ ഇനത്തിലാണ് പെടുത്തിയിരിക്കുന്നത്. Then, hope you understand from the graph that there has been a steady and continuous increase in India's public expenditure. നമ്മൾ ആ ഗ്രാഫ് കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അല്ലേ, നമ്മുടെ ഇന്ത്യയിലെ പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നതിൽ ഒരു സ്റ്റഡി ഗ്രോത്ത് ആണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വൈ ഡസ് ഇന്ത്യാസ് പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇൻക്രീസസ്? ലെറ്റ് us see how an increase in population increases the government expenditure. എന്തുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യയിൽ ഇങ്ങനെ പബ്ലിക് എക്സ്പെൻഡിച്ചർ കൂടുന്നത്? നമുക്ക് നോക്കാം. ലെറ്റ് us see എങ്ങനെയാണ് പോപ്പുലേഷൻ വർദ്ധിക്കുന്നത് കൊണ്ടാണ് അല്ലേ, പോപ്പുലേഷൻ വർദ്ധിക്കുമ്പോൾ എങ്ങനെയാണ് ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചർ കൂടുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. നോക്കുക. അതായത് ഇന്ത്യയിൽ പൊതുചെലവ് വർദ്ധിക്കുന്നു അല്ലേ. ജനസംഖ്യ കൂടുമ്പോൾ വിദ്യാഭ്യാസം, ആരോഗ്യം, പാർപ്പിടം തുടങ്ങിയവയ്ക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കേണ്ടതായി വരുന്നുണ്ട്. ആസ് പോപ്പുലേഷൻ ഇൻക്രീസസ്, ഫെസിലിറ്റീസ് ഫോർ എഡ്യൂക്കേഷൻ, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി സർക്കാർ പൈസ ചിലവാക്കണം. ഹെൽത്ത്, ആരോഗ്യത്തിന് വേണ്ടി, ഷെൽട്ടർ, പാർപ്പിടത്തിന് വേണ്ടി, പാർപ്പിടമില്ലാത്തവർക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികളൊക്കെ തയ്യാറാക്കി അവർക്ക് വേണ്ടിയിട്ടുള്ള പാർപ്പിടം നിർമ്മിക്കുക. നമ്മൾ പത്രത്തിലും ടി വിയിലൊക്കെ കാണാറുള്ളതാണ് ഇതിനെക്കുറിച്ചിട്ടൊക്കെ വാർത്തകൾ. ഹാവ് ടു ബി പ്രൊവൈഡഡ് ഫോർ മോർ പീപ്പിൾ, ജനസംഖ്യയ്ക്ക് അനുസരിച്ച് ഇല്ലാത്തവർക്കൊക്കെ ഇതൊക്കെ നിർമ്മിച്ച് കൊടുക്കേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ബാധ്യതയാണ്. ഫോർ ദിസ് ദി ഗവൺമെൻറ് ഹാസ് ടു സ്പെൻഡ് മോർ മണി, ഇതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് അർഹതയുള്ളവർക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കേണ്ടി വരുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ പണം ചിലവാക്കേണ്ടി വരുന്നു. സം ഇമ്പോർട്ടൻറ്റ് റീസൺസ് ആർ ലിസ്റ്റഡ് ബിലോ. കുറച്ച് കാര്യങ്ങൾ താഴെ പറയുന്നു. അതായത് സർക്കാരിന് കൂടുതൽ പണം ചിലവഴിക്കേണ്ടി വരുന്നു. പിന്നെ മറ്റ് ചില കാരണങ്ങൾ, എന്തൊക്കെ അവസരങ്ങളിലാണ് ഈ വിദ്യാഭ്യാസവും ആരോഗ്യവും പാർപ്പിടവും അല്ലാതെ വേറെ എന്തൊക്കെ കാര്യങ്ങൾക്ക് ചിലവ് വരുന്നുണ്ടെന്ന്. ഒന്ന് എന്ന് പറയുന്നത് ഡിഫൻസ്, ഇൻക്രീസ് ഇൻ ഡിഫൻസ് എക്സ്പെൻഡിച്ചർ, പിന്നീട് വെൽഫെയർ ആക്ടിവിറ്റീസ്, ക്ഷേമ പ്രവർത്തനങ്ങൾ, പിന്നീട് അർബനൈസേഷൻ എന്ന് വെച്ചാൽ നഗരവൽക്കരണം, പിന്നീട് സർക്കാരിൻ്റെ സബ്സിഡികൾ, പിന്നീട് വ്യവസായവൽക്കരണം, ഇൻഡസ്ട്രിയലൈസേഷൻ, പിന്നീട് ഹെൽത്തിൻ്റെ ആക്ടിവിറ്റീസ്, ആരോഗ്യ പരിപാലനം, വിദ്യാഭ്യാസം, ഇതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ സർക്കാരിന് കൂടുതൽ പൈസ ചിലവാക്കേണ്ടി വരുന്നുണ്ട്. ഗവൺമെൻറ് നീഡ് ഇൻകം ടു മീറ്റ് എക്സ്പെൻഡിച്ചർ. അപ്പോൾ ഗവൺമെൻറ്റിന് ഈ ചിലവുകളൊക്കെ നടത്തിക്കൊണ്ട് പോകാനായിട്ട് വരുമാനം വേണം. ലെറ്റ് us see what are the sources of the revenue of the government. അപ്പോൾ ഗവൺമെൻറ്റിന് ഈ ചിലവുകളൊക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ള പണം എവിടെ നിന്നാണ് ലഭിക്കുന്നത് എന്നാണ് നമുക്കിനി പഠിക്കാനുള്ളത്. പബ്ലിക് റവന്യൂ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ വരുമാനം, പൊതുവരുമാനം. അപ്പോൾ സർക്കാരിൻ്റെ വരുമാനത്തെയാണ് നമ്മൾ പൊതുവരുമാനം എന്ന് പറയുന്നത്. സർക്കാരിൻ്റെ ചിലവുകളെ നമ്മൾ പൊതു ചിലവെന്നും പറയും. The income of the government is known as public revenue. Think about the sources of revenue of the government. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ വരുമാനം ഏതാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഗവൺമെൻറ് ഏൺസ് ഇൻകം പ്രൈമർലി ഫ്രം 2 സോഴ്സസ്. പ്രധാനമായിട്ട് 3 സോഴ്സുകളായിട്ടാണ് നമ്മൾ തരംതിരിക്കുന്നത്. അത് ഏതൊക്കെയാണ്? പബ്ലിക് റവന്യൂവിന് ടാക്സ് റവന്യൂ, നോൺ ടാക്സ് റവന്യൂ എന്ന് വെച്ചാൽ ടാക്സ് മൂലം കിട്ടുന്ന വരുമാനം, അതായത് നികുതി വരുമാനം, പിന്നീട് നികുതിയേതര വരുമാനം. അപ്പം നികുതി വരുമാനവും നികുതിയേതര വരുമാനവുമാണ് ഗവൺമെൻറ്റിൻ്റെ വരുമാനമെന്ന് പറയുന്നത്. അപ്പോൾ ടാക്സിൽ തന്നെ 2 തരത്തിലുള്ള ടാക്സുകളുണ്ട്. ഡയറക്റ്റ് ടാക്സ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സ്. അപ്പോൾ ഡയറക്റ്റ് ടാക്സിൽ തന്നെ വരുന്നതാണ് പേഴ്സണൽ ഇൻകം ടാക്സ്, കോർപ്പറേറ്റ് ടാക്സ്, അവ 2 എണ്ണം. പിന്നീട് ഇൻഡയറക്റ്റ് ടാക്സിൽ വരുന്നതാണ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്, നമ്മുടെ GST ഇല്ലേ, ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. അങ്ങനെ പിന്നെ GST റേറ്റിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. അങ്ങനെ പിന്നെ സർചാർജ് ആൻഡ് സെസ്. പിന്നെ നോൺ ടാക്സ് റവന്യൂ എന്ന് പറയുന്നതിൽ അതിൽ വരുന്ന കാര്യങ്ങൾ ഫീസ്, ഫൈൻസ് ആൻഡ് പെനാൽറ്റീസ്, ഗ്രാൻസ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ്. ഇതൊക്കെയാണ് നോൺ ടാക്സ് റവന്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്താണ് ടാക്സ് എന്ന് നോക്കാം.
ടാക്സ് എന്ന് വെച്ചാൽ ഇറ്റ്സ് ഈസ് എ കമ്പൽസറി പേയ്മെൻറ്റ് ടു ദി ഗവൺമെൻറ്. ടാക്സസ് ആർ ദി മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ടു ദി ഗവൺമെൻറ്. ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്സുകളിൽ ഒന്നാണ് ടാക്സ് എന്ന് പറയുന്നത്. ടാക്സ് ഇസ് എ കമ്പൽസറി പേയ്മെൻറ്റ് ടു ദി ഗവൺമെൻറ് മെയ്ഡ് ബൈ ദ പബ്ലിക് ഫോർ മീറ്റിംഗ് എക്സ്പെൻഡിച്ചർ ടുവേർഡ്സ് വെൽഫെയർ ആക്ടിവിറ്റീസ്, ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ് എക്സെട്ര. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ടാക്സ് കൊടുക്കേണ്ടി വരുന്നത്? ക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ എന്നിങ്ങനെ പൊതു താല്പര്യത്തിന് വേണ്ടിയുള്ള ചെലവുകൾ വഹിക്കാനായിട്ട് ജനങ്ങൾ സർക്കാരിന് നിർബന്ധമായിട്ടും നൽകേണ്ട പണമാണ് നികുതി. നികുതിയിൽ ജനങ്ങൾക്ക് വെട്ടിപ്പ് നടത്താനായിട്ട് സാധിക്കില്ല. നികുതി നൽകുന്ന വ്യക്തിയെ നമ്മൾ നികുതിദായകൻ എന്നാണ് വിളിക്കുന്നത്. നികുതി കൊടുക്കുന്ന വ്യക്തിയെ നമ്മൾ നികുതിദായകൻ അല്ലെങ്കിൽ ടാക്സ് പേയർ. The person who pays tax is called taxpayer. Then taxes are of two types. First is direct tax and second one is indirect tax. Direct tax, ഇത് എക്സാമിന് എപ്പോഴും വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ടാക്സുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ചോദ്യമൊക്കെ ഉണ്ടാവും. ലാൻഡ് ടാക്സ് ഈസ് പെയ്ഡ് ബൈ ദ പേഴ്സൺ ഓൺ ഹൂം ഇറ്റ് ഈസ് ഇമ്പോസ്റ്റ്. അപ്പോൾ ഡയറക്റ്റ് ടാക്സിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്, നമുക്ക് കുറച്ച് സ്ഥലമുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ടാക്സ് നമ്മൾ തന്നെ അടയ്ക്കണം. നമുക്കത് വേറൊരു വ്യക്തിയിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കില്ല. അത് നമ്മൾ തന്നെ അടയ്ക്കണം. അതിനെയാണ് നമ്മൾ ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്, ലാൻഡ് ടാക്സ്. ഹെൻസ് ദി ബേർഡൻ ഓഫ് ദി ടാക്സ് ഇസ് ബോൺ ബൈ ദ സെയിം പേഴ്സൺ ഓൺ ഹൂം ദ ടാക്സ് ഈസ് ഇമ്പോസ്റ്റ്. അതിൻ്റെ ബേർഡൻ എന്ന് പറയുന്നത് ആരാണോ അടയ്ക്കുന്നത് അയാൾ തന്നെ അത് വഹിക്കണം. These types of taxes are called direct taxes. The unique feature of direct tax is that the taxpayer undertakes the burden of the tax. അപ്പം ഈ ഡയറക്റ്റ് ടാക്സിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത്, അതായത് നികുതി നൽകുന്ന ആ വ്യക്തി തന്നെയാണ് അതിൻ്റെ ഭാരം വഹിക്കേണ്ടത്. നികുതി ഭാരം നികുതിദായകൻ തന്നെ വഹിക്കണം. ആണ് ഡയറക്റ്റ് ടാക്സിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത്. അവിടെ ഒരു ടാക്സ് അടച്ചതിൻ്റെ ഒരു പേപ്പറിൻ്റെ ഒരു ബില്ല് അവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കുക. മേജർ ഡയറക്റ്റ് ടാക്സസ് ഇൻ ഇന്ത്യ. ഇനി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഡയറക്റ്റ് ടാക്സുകൾ ഏതൊക്കെയാണ്? പേഴ്സണൽ ഇൻകം ടാക്സ്. രണ്ടാമത്തത് കോർപ്പറേറ്റ് ടാക്സ്. എന്താണ് പേഴ്സണൽ ഇൻകം ടാക്സ് എന്ന് പറഞ്ഞാൽ? വ്യക്തിഗത ആദായ നികുതി. വ്യക്തിഗത ആദായ നികുതി. ഇറ്റ് ഈസ് എ ടാക്സ് ഇമ്പോസ്ഡ് ഓൺ ദി ഇൻകം ഓഫ് ദി ഇൻഡിവിജ്വൽസ്. അതായത് വ്യക്തികളുടെ വരുമാനത്തിന് മേൽ ചുമത്തുന്ന നികുതിയാണ് വ്യക്തിഗത ആദായ നികുതി എന്ന് പറയുന്നത്. ഏത് വ്യക്തിക്കാണോ വരുമാനമുള്ളത് ആ വ്യക്തി അടയ്ക്കേണ്ട നികുതി. ദ റേറ്റ് ഓഫ് ദി ടാക്സ് ഇൻക്രീസസ് ആസ് ദി ഇൻകം ഇൻക്രീസസ്. ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഇതിൻ്റെ ടാക്സിൻ്റെ റേറ്റും ഇൻക്രീസ് ചെയ്യും. ഇൻകം ടാക്സ് ഈസ് ആപ്ലിക്കബിൾ ടു ദി ഇൻകം ദാറ്റ് ഈസ് above a certain limit. In India, the income tax is collected by the central government as per the Income Tax Act 1961. അതായത് വരുമാനം കൂടുന്നതിനനുസരിച്ച് ഈ ടാക്സിൻ്റെ റേറ്റ് കൂടും, നിരക്കും കൂടും. നിശ്ചിത വരുമാന പരിധിക്ക് മുകളിൽ വരുന്ന തുകയാണ് നികുതി ബാധകമാക്കുന്നത്. ഒരു നിശ്ചിത ത്തിൻ്റെ പരിധി ഗവൺമെൻറ് നിശ്ചയിക്കും. ആ വരുമാന പരിധിക്ക് മുകളിൽ വരുന്ന ആൾക്കാർ ഈ ടാക്സ് കൊടുക്കണം. ഇന്ത്യയിൽ ആദായ നികുതി നിയമം 1961 പ്രകാരം കേന്ദ്ര സർക്കാരാണ് ഈ നികുതി പിരിച്ചെടുക്കുന്നത്. കേന്ദ്ര സർക്കാരിലേക്കാണ് ഏത് പോകുന്നത്? പേഴ്സണൽ ഇൻകം ടാക്സ് പോകുന്നത്. നെക്സ്റ്റ് വൺ ഈസ് കോർപ്പറേറ്റ് ടാക്സ്. കോർപ്പറേറ്റ് നികുതി, അതായത് കമ്പനികളുടെ അറ്റ വരുമാനത്തിന്മേൽ അല്ലെങ്കിൽ അവരുടെ ലാഭത്തിൻ്റെ മേൽ ചുമത്തുന്ന നികുതിയാണ് കോർപ്പറേറ്റ് നികുതി എന്ന് പറയുന്നത്. ദിസ് ഈസ് എ ടാക്സ് ഇമ്പോസ്ഡ് ഓൺ ദി നെറ്റ് ഇൻകം ഓർ പ്രോഫിറ്റ് ഓഫ് ദി കമ്പനീസ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ്, അപ്പം നമ്മൾ ഡയറക്റ്റ് ടാക്സിൽ നമ്മൾ രണ്ട് പ്രധാനപ്പെട്ട ടാക്സുകളാണ് പറഞ്ഞത്, പേഴ്സണൽ ഇൻകം ടാക്സും കോർപ്പറേറ്റ് ടാക്സ്. ഇനി ഇൻഡയറക്റ്റ് ടാക്സ്. വാട്ട് ഈസ് ഇൻഡയറക്റ്റ് ടാക്സ്? അപ്പം ജസ്റ്റ് ഡയറക്റ്റ് ടാക്സിൻ്റെ ഓപ്പോസിറ്റാണ് ഇൻഡയറക്റ്റ് ടാക്സ്. അപ്പോൾ എന്താണെന്ന് നോക്കാം. An important feature of indirect tax is that the tax burden can be shifted from one person on whom it is imposed to another person. അപ്പോൾ ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ സവിശേഷത എന്താണെന്ന് വെച്ചാൽ നികുതിയുടെ ഭാരം മറ്റൊരാളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു. ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഒരു വിൽപ്പന നികുതിയുടെ ഭാരം ആദ്യം വരുന്നത് വ്യാപാരിയുടെ മേലാണ്. എന്നാൽ വ്യാപാരി ആ ഉൽപ്പന്നം വാങ്ങുന്ന ഉപഭോക്താവിലേക്ക് വിലയോടൊപ്പം നികുതി ഭാരവും കൈമാറുന്നു. അപ്പോൾ ഉപഭോക്താവ് നൽകുന്ന വിലയിൽ നികുതിയും ഉൾപ്പെടുന്നു. ഇത് പരോക്ഷ നികുതിയുടെ ഒരു പ്രത്യേകതയാണ്. അപ്പം പരോക്ഷ നികുതിയുടെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഇൻ ദ കേസ് ഓഫ് ദ സെയിൽസ് ടാക്സ്, ദ ടാക്സ് ബർഡൻ ഇനീഷ്യലി ഫോൾസ് ഓൺ ദി ട്രേഡർ. നമ്മളൊരു കടയിൽ പോയി ഒരു സോപ്പ് വാങ്ങിക്കാൻ വെക്കുക. ആ സോപ്പ് നമ്മൾ വാങ്ങിക്കുമ്പോഴത്തേക്കിനും ആ സോപ്പ് ആദ്യം വാങ്ങിച്ചു വെക്കുന്ന കടക്കാരനായിരിക്കുമല്ലോ.
തീർച്ചയായിട്ടും അല്ലേ, ആ കടക്കാരൻ അതിന് ടാക്സൊക്കെ കൊടുത്തിട്ടായിരിക്കും അതോടെ വെച്ചിരിക്കുന്നത് അല്ലേ. ബട്ട് ദി ട്രേഡർ ട്രാൻസ്ഫേഴ്സ് ദി ബേർഡൻ ഓഫ് ദി ടാക്സ് അലോങ് വിത്ത് ഇറ്റ്സ് പ്രൈസ് ടു ദി കൺസ്യൂമേഴ്സ്. അപ്പം കൺസ്യൂമറിലേക്ക് ഈ ടാക്സ് ബേർഡൻ വരുന്നു. എങ്ങനെ വരുന്നു? അപ്പം നമ്മൾ സോപ്പ് വാങ്ങിച്ചു, 20 രൂപയുടെ നമ്മൾ സോപ്പ് വാങ്ങിച്ചു അല്ലേ, 20 രൂപയുടെ സോപ്പ് വാങ്ങിച്ചപ്പോൾ കടക്കാരൻ നമ്മളോട് പറയുമോ 19 രൂപയാണ് സോപ്പിൻ്റെ വില, 1 രൂപ ടാക്സ് ആണെന്ന് ഒരിക്കലും പറയില്ല. ആ ബേർഡൻ നമ്മൾ ചുമക്കുകയാണ്. അയാൾ ആ 1 രൂപ അടച്ചിട്ടുണ്ട്, ആ ബേർഡൻ നമ്മുടെ കയ്യിൽ നിന്ന് അയാൾ വാങ്ങിക്കുന്നു. അയാൾ നമ്മുടെ അടുത്ത് പറയുന്നില്ല, നമ്മൾ അറിയുന്നുമില്ല, നമ്മൾ 19 രൂപയുടെ സോപ്പ് 1 രൂപ ടാക്സ് കൊടുത്താണ് വാങ്ങിച്ചതെന്ന്. അപ്പോൾ ടാക്സിൻ്റെ ബേർഡൻ ഷിഫ്റ്റ് ചെയ്യുന്നു ഇവിടെ. ദ ടാക്സ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ പ്രൈസ് പെയ്ഡ് ബൈ ദ കൺസ്യൂമർ. ഇറ്റ് ഈസ് ഹിഡൻ. മനസ്സിലായോ നിങ്ങൾക്ക്? വിത്ത് എ വ്യൂ ടു സിംപ്ലിഫൈ ദി ഇൻഡയറക്റ്റ് ടാക്സ് സിസ്റ്റം ആൻഡ് ടു ഇൻട്രൊഡ്യൂസ്ഡ് വൺ ടാക്സ് അക്രോസ് ദ കൺട്രി, ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഇൻകോർപ്പറേറ്റിംഗ് majority of existing indirect taxes. The prevailing system will continue for those items that are not included in the GST. അപ്പോഴാണ് നമ്മുടെ GST നിലവിൽ വന്നത്. അതായത് നിലവിലുള്ള പരോക്ഷ നികുതി സമ്പ്രദായം ലളിതമാക്കുന്നതിനും ഒരു രാജ്യത്ത് ഒറ്റ നികുതി എന്ന തത്വം നടപ്പാക്കുന്നതിനും ലക്ഷ്യമിട്ട് ഇന്ത്യയിൽ നിലവിലുള്ള പരോക്ഷ നികുതികളുടെ നല്ലൊരു വിഭാഗം ഉൾപ്പെടുത്തി ചരക്ക് സേവന നികുതി നിരക്ക് നടപ്പിലാക്കി. അതായത് GST നടപ്പിലാക്കി. അപ്പോൾ ചരക്ക് സേവന നികുതി പരോക്ഷ നികുതിയാണ്. അപ്പോൾ GST ഒരു ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. GSTയിൽ ഉൾപ്പെടാത്ത ജനങ്ങളുടെ പരോക്ഷ നികുതി നിരക്ക് നിലവിലുള്ള രീതിയിൽ തന്നെയാണ് ഈടാക്കുന്നത്. അപ്പോൾ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ഇൻക്ലൂഡ് ചെയ്ത് വന്നു. അപ്പോൾ അതിൽ പെടുന്നു ഈ ഇൻഡയറക്റ്റ് ടാക്സ്. ദെൻ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. ഇനി എന്താണ് GST എന്ന് പറയുന്നത്? എപ്പോഴാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? എന്താണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റീസ്? ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ ഇൻ 1st July 2017, merging different indirect taxes imposed by central and state government. അപ്പം GST എന്ന് പറയുന്നത് 2017 ജൂലൈ 1 മുതൽ ആണ് ഇന്ത്യയിൽ നിലവിൽ വന്നത്. ഈ പരോക്ഷ നികുതി സമ്പ്രദായം എന്ന് വെച്ചാൽ ചരക്ക് സേവന നികുതി എന്ന് ഇതിനെ നമ്മൾ വിളിക്കുന്നു. അതായത് കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റുകളും ചുമത്തുന്ന വിവിധ പരോക്ഷ നികുതികളെ ലയിപ്പിച്ചുകൊണ്ടിട്ട് 2017 ജൂലൈ 1 മുതലാണിത് ഇന്ത്യയിൽ നിലവിൽ വന്നത്. ചരക്കുകളുടെയും സേവനങ്ങളുടെയും നിർമ്മാണം മുതൽ ഉപഭോഗം വരെയുള്ള എല്ലാ ഘട്ടത്തിലും ഈ നികുതി ചുമത്തപ്പെടുന്നു. അതായത് ടാക്സസ് ആർ ലെവിഡ് അറ്റ് ഡിഫറെൻറ്റ് സ്റ്റേജ് സ്റ്റാർട്ടിംഗ് ഫ്രം ദ പ്രൊഡക്ഷൻ ടു ഫൈനൽ കൺസംഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇൻ ഈച്ച് സ്റ്റേജ് ദ ടാക്സ് ഈസ് ഇമ്പോസ്ഡ് ഓൺ വാല്യൂ ആഡഡ്. ഓരോ സ്റ്റേജിലും അതായത് ഓരോ ഘട്ടത്തിലും മൂല്യവർദ്ധനവ് ഉണ്ടാവുകയും അത് ഈടാക്കുകയും ചെയ്യുന്നു. നമ്മൾ നേരത്തെ വാല്യൂ ആഡഡ് ടാക്സ് എന്നൊക്കെ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അതുപോലെ ഇനി ഇപ്രകാരം ഓരോ ഘട്ടത്തിലും ഉണ്ടാകുന്ന മൂല്യവർദ്ധനവ് മാത്രമേ നികുതി ചുമത്തപ്പെടുകയുള്ളെന്ന് പറയുന്നു. In each stage the tax is imposed on the value added, and the tax is collected only on the value addition. The tax paid in the early stages need not be paid to the final consumer. അതായത് അന്തിമ ഉപഭോക്താവിന് ആദ്യം അടച്ച നികുതികൾ പിന്നീട് നൽകേണ്ടി വരുന്നില്ല. GST registration is mandatory to the traders if the turnover is more than 20 lakh in a financial year. അപ്പം ഇതിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത്, അതായത് ഒരു സാമ്പത്തിക വർഷത്തിലെ മൊത്തം വിറ്റുവരവ്, ഒരു വ്യാപാരിയുടെ മൊത്തം വിറ്റുവരവ് 20 ലക്ഷം രൂപയിൽ കൂടുതലാണെങ്കിൽ നിലവിലുള്ള നിയമം അനുസരിച്ച് വ്യാപാരികൾ നിർബന്ധമായിട്ടും GSTയിൽ രജിസ്ട്രേഷൻ എടുക്കേണ്ടതാണ്. 20 ലക്ഷം രൂപയിൽ കൂടുതൽ വിറ്റുവരവുണ്ടെങ്കിൽ, ടേൺ ഓവറുള്ള കമ്പനിയാണെങ്കിൽ അല്ലെങ്കിൽ ട്രേഡർ ആണെങ്കിൽ അയാൾക്ക് GSTയിൽ അയാൾ നിർബന്ധമായിട്ടും രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. അയാൾ നിയമത്തിൽ ബാധ്യപ്പെട്ടിരിക്കുന്നു. ദ മേജർ ടാക്സസ് മെർജ്ഡ് ഇൻ ടു GST. അപ്പോൾ GSTയിൽ മെർജ് ചെയ്യപ്പെട്ട ടാക്സുകൾ, ലയിക്കപ്പെട്ട ടാക്സുകൾ, അതായത് കേന്ദ്ര എക്സൈസ് ഡ്യൂട്ടി, സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി, then service tax, central sales tax, state value added tax, luxury tax, advertisement tax, octroi, then entertainment tax. ഇവയൊക്കെയാണ് GSTയിൽ ലയിക്കപ്പെട്ടിരിക്കുന്നത്. then goods and services tax types. GSTയുടെ ടൈപ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. the types of GST. ചരക്ക് സേവന നികുതികൾ വിവിധ തരത്തിലുണ്ട്. The central and state government imposed GST on goods and services traded within the state. The tax imposed by the central government is known as central
ST and the tax imposed by the state government is known as state GST, SGST. എന്താണെന്ന് നോക്കാം. അതായത് നിങ്ങൾ ബില്ലുകൾ വാങ്ങിക്കുമ്പോൾ, ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു സ്വർണ്ണക്കടയിൽ പോയി സാധനം വാങ്ങിക്കുമ്പോൾ ആ സാധനത്തിൻ്റെ ബില്ലിൻ്റെ താഴെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. അതിൽ 2 തരം GST കൊടുത്തിട്ടുണ്ടാവും, CGST എന്നും SGST എന്നും. അതായത് സംസ്ഥാന നികുതിക്കകത്ത് വിക്രയം ചെയ്യപ്പെടുന്ന ചരക്കുകളുടെയും സേവനങ്ങളുടെയും മേൽ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും GST ചുമത്തുന്നു. കേന്ദ്ര ഗവൺമെൻറ് ചുമത്തുന്നത് സെൻട്രൽ GST എന്നും സംസ്ഥാന ഗവൺമെൻറ്, അതായത് CGST എന്നാണ് പറയുന്നത്. സംസ്ഥാന ഗവൺമെൻറ് ചുമത്തുന്നതിന് സ്റ്റേറ്റ് GST എന്നും അറിയപ്പെടുന്നു. ഈ നികുതികൾ ഉപഭോക്താക്കളിൽ നിന്ന് ഒരുമിച്ച് പിരിച്ചെടുത്ത കേന്ദ്രവും സർക്കാരും തുല്യമായി വീതിച്ചെടുക്കുന്നു. അപ്പം സ്റ്റേറ്റിനും നമ്മൾ കൊടുക്കണം ടാക്സ്, സെൻട്രൽ ഗവൺമെൻറ്റിനും ടാക്സ് കൊടുക്കണം. ഇത് ഒരേ സമയം തന്നെ അവർ പിരിച്ചെടുക്കുന്നു. ഇതാണ് GST. 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് CGSTയും രണ്ടാമത്തേത് SGST. Should the tax be imposed on the goods and services traded from one state to the other? The GST on interstate trade is imposed and collected by the central government. This is known as integrated GST. അപ്പോൾ മറ്റൊരു തരം GST എന്ന് പറയുന്നത് IGST ആണ്. The share of the state government on IGST is given by the സെൻട്രൽ ഗവൺമെൻറ്. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ആദ്യം നമ്മൾ പറഞ്ഞു 2 തരത്തിലുണ്ടെന്ന് പറഞ്ഞു, CGSTയും SGSTയും. ഇത് കൂടാതെ മൂന്നാമത് വരുന്നതാണ് IGST, ഇൻ്റഗ്രേറ്റഡ് GST. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. അതായത് ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ക്രയം ചെയ്യപ്പെടുന്ന ചരക്കുകൾക്കും സേവനങ്ങൾക്കും നികുതി നമ്മൾ ചുമത്തേണ്ടതുണ്ടല്ലോ. അന്തർ സംസ്ഥാന ക്രയവിക്രയങ്ങളുടെ മേൽ GST ചുമത്തപ്പെടുന്നതും പിരിക്കുന്നതും കേന്ദ്ര ഗവൺമെൻറ്റാണ്. അന്തർ സംസ്ഥാന ക്രയവിക്രയങ്ങളുടെ മേൽ GST ചുമത്തുന്നതും പിരിച്ചെടുക്കുന്നതും ആരാണ്? കേന്ദ്ര ഗവൺമെൻറ്റാണ്. ഇതാണ് ഇൻ്റഗ്രേറ്റഡ് GST എന്ന് പറയുന്നത്, IGST. ഇതിലെ സംസ്ഥാന വിഹിതം കേന്ദ്ര ഗവൺമെൻറ്റാണ് നൽകുന്നത്. ഇതിൽ നിന്നുള്ള സംസ്ഥാനത്തിൻ്റെ വിഹിതം എന്ന് പറയുന്നത് പിരിച്ചെടുക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിലും നൽകുന്നത് കേന്ദ്ര ഗവൺമെൻറ് ആയിരിക്കും സംസ്ഥാനത്തിൻ്റെ വിഹിതം കൊടുക്കുക. ഇനി GST നിരക്കുകളെ കുറിച്ചിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. GST rates. No GST is imposed on essential services and daily consumption goods including unprocessed food items. GST is arranged under 4 slabs: 5%, 12%, 18% and 28%. അപ്പോൾ നിങ്ങൾ GSTയുടെ നിരക്കുകൾ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ, അതായത് സംസ്കരിക്കാത്ത ഭക്ഷ്യവസ്തുക്കൾ, അൺപ്രോസസ്ഡ് ഫുഡ്സ് ഉൾപ്പെടെ നിത്യോപയോഗ സാധനങ്ങൾക്കും ആവശ്യ സേവനങ്ങളും GST നൽകേണ്ടത് ഇല്ല. നമ്മൾ പ്രോസസ്സ് ചെയ്ത ഫുഡാണെങ്കിൽ നമ്മൾ അതിന് GST കൊടുക്കണം. ഇനി ഇതിൻ്റെ സ്ലാബുകളെന്ന് പറയുന്നത് 5%, 12%, 18%, 28% എന്നിങ്ങനെ 4 സ്ലാബുകളാണ് GSTക്ക് കൊടുത്തിരിക്കുന്നത്. നികുതി നിരക്കിൽ GST ക്രമീകരിച്ച് വെച്ചിരിക്കുന്നത്. നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനം വാങ്ങിക്കുക നിങ്ങൾ കരുതുക. നമ്മൾ ആ സാധനം വാങ്ങിച്ചതിന് ശേഷം നമ്മൾ താഴെ അതിൽ ഒരു ഇത് കൊടുത്തിരിക്കും, ഓരോ സ്ലാബുകൾ കൊടുത്തിരിക്കും. ഇതിന് ഇത്ര സാധനത്തിന് ഇത്ര ഡോളർ ചിഹ്നം കാണും, അറ്റ് ദി റേറ്റ് എന്ന് പറഞ്ഞ ചിഹ്നങ്ങൾ കാണും, പിന്നെ ഒരു എക്സ്ക്ലമേഷൻ്റെ പോലത്തെ ഒരു ചിഹ്നമൊക്കെ കാണും. അപ്പം നമുക്ക് ആ ഐറ്റത്തിൻ്റെ അതനുസരിച്ച് എത്ര മാത്രം സ്ലാബുകളാണ് ഈ വസ്തുക്കൾക്ക് എടുത്തിരിക്കുന്നത്, എത്ര നിരക്ക് എടുത്തിട്ടുണ്ട്, ഏത് വസ്തുവിനാണ് ഏറ്റവും കൂടുതൽ ഇവർ നിരക്ക് പിരിക്കുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അതനുസരിച്ച് നമുക്ക് സാധനങ്ങൾ ചൂസ് ചെയ്യാനായിട്ടും പർച്ചേസ് ചെയ്യാനായിട്ടും സാധിക്കും. ഒരു വ്യാപാര സാധനത്തിൽ നിന്നും ലഭിച്ച ബില്ല് നമ്മുടെ ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് നോക്കുക. അതായത് കോംപ്ലാൻ കേസർ KB എന്ന് ഇത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡോളർ ചിഹ്നത്തിനാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഡോളറിന് ചിഹ്നം വരുന്നതിന് എത്ര നിരക്കാണ് എടുക്കുന്നത്, അറ്റ് ദ റേറ്റ് വരുന്നതിന് എത്ര ആണ് റേറ്റ് എടുക്കുക, എത്ര ശതമാനം എടുക്കും, അതൊക്കെ നമുക്കൊരു ബില്ലിൻ്റെ അകത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇവിടെ കൊടുത്തിട്ടുണ്ട്, ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പം അറ്റ് ദി റേറ്റ് എന്ന് പറയുന്നതിന് ഇവിടെ CGST 2.5 ആണ്. അപ്പോൾ അതിൻ്റെ CG എമൗണ്ട് 13.64 കൊടുത്തിട്ടുണ്ട്. SGST എന്ന് പറയുന്നത് 2.5 ആണ്. CGSTയും SGSTയും ഈ അറ്റ് ദി റേറ്റ് എന്ന് പറഞ്ഞ ചിഹ്നം വരുന്നതിന് എടുക്കുന്നത് 2.5 ആണ്. ഇനി അതിന് ഡോളർ സൈനാണ് വരുന്നതെങ്കിൽ CGST 6 എടുക്കുന്നുണ്ട്.
ഹാഷാണ് വരുന്നതെങ്കിൽ 6 എടുക്കുന്നുണ്ട്. SGST അതുപോലെ തന്നെ. ഇനി നമ്മുടെ ഒരു ആൻഡിൻ്റെ സിമ്പിളാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ അതിൽ CGST 14 SGST 14. പിന്നെ ഒരു എസ് ഇട്ടൊരു വര ഡോളർ പോലെ കൊടുത്തിരിക്കുന്നതിനാണെങ്കിൽ CGST 9% SGST 9, അതും 9% അപ്പോൾ നമുക്ക് ഇതിനനുസരിച്ച് നോക്കുമ്പോൾ മനസ്സിലാകും ഏതിനാണ് ഏറ്റവും കൂടുതൽ റേറ്റൊക്കെ എടുക്കുന്നതെന്ന് നമുക്കിത് നോക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ CGST എക്സ്ക്ലമേഷൻ മാർക്ക് ഉള്ളതിന് 0%, അറ്റ് ദ റേറ്റിന് 5% എടുക്കുന്നുണ്ട്. പിന്നീട് സ്ലാഷ് ഇട്ടതിന് 12% എടുക്കുന്നുണ്ട്. അപ്പം ഡോളർ ചിഹ്നം ഇട്ട് എടുത്തിരിക്കുന്നതിന് 18 വന്നിരിക്കുന്നത് മൊത്തം. പിന്നീട് ആൻഡ് ഇട്ട് സിമ്പിൾ ഇട്ടതിന് 28% നേരത്തെ പറഞ്ഞപ്പോഴത്തേക്കിന് 9 എന്നൊക്കെ CGST SGST പറഞ്ഞതിൻ്റെ ഇതിൻ്റെ നേർപകുതിയാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ആ ബില്ല് നോക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദെൻ GST റേറ്റ്സ്. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ GST റേറ്റ് എക്സാമിൻ്റെ ബില്ല് നമ്മൾ പരിശോധിച്ച് ഏകദേശം മനസ്സിലായി. അതിലെന്താണ് ബില്ലിൽ എന്താ കൊടുത്തിരിക്കുന്നത്? GST രജിസ്ട്രേഷൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. GST റേറ്റ്സ് ആർ റെപ്രസെൻറ്റഡ് ബൈ ദി സിമ്പിൾസ് ഗിവൺ ഇൻ ദ കോളം 1. ആർ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് GST റേറ്റ്സ് സെയിം? അല്ല, സെൻട്രലിൻ്റെയും സ്റ്റേറ്റിൻ്റെയും GST റേറ്റുകൾ ഏകദേശം എല്ലാം ഒരേപോലെയാണ് വന്നിരിക്കുന്നത്, അല്ലേ? ഒരേപോലെയാണ്. ആർ സെൻട്രൽ ഐറ്റംസ് ദാറ്റ് ആർ എക്സംപ്റ്റഡ് ഫ്രം GSTയിൽ നിന്നും എക്സംപ്റ്റ് ചെയ്തിരിക്കുന്ന ഐറ്റംസ് ഏതൊക്കെയാണ്? എസെൻഷ്യൽ സർവീസസ് ആൻഡ് ഡെയിലി കൺസംഷൻ. അതിനൊന്നും GST വന്നിട്ടില്ല. പിന്നെ വെദർ ഹയർ GST റേറ്റ്സ് ആർ ആപ്ലിക്കബിൾ ടു നെസസറി ഓർ ലക്ഷറി ഗുഡ്സ്. അപ്പം ലക്ഷറി ഗുഡ്സിനും ഒക്കെ ഉയർന്ന GST നിരക്ക് ബാധകമായ ചരക്കുകളും സേവനങ്ങളും അത്യാവശ്യ ഇനങ്ങളിലുള്ളതാണോ അതോ ആഡംബര ഇനങ്ങളിലുള്ളതാണോ എന്ന്. അത്യാവശ്യ ഇനങ്ങളിലുള്ളതല്ല, ആഡംബര ഇനങ്ങളിലുള്ള വസ്തുക്കൾക്കാണ് GSTയുടെ റേറ്റ് എന്ന് പറയുന്നത് കൂടിയിരിക്കുന്നത്. അപ്പം ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ ആൻഡ് എന്ന് പറഞ്ഞിട്ട ചിഹ്നം കൊടുത്തിരിക്കുന്നതിലാണ് ഏറ്റവും കൂടുതൽ GST റേറ്റ് വന്ന് കാണിച്ചിരിക്കുന്നത്. 14% CGSTയും 14% SGSTയും കൊടുക്കണം എന്നാണ് ഈ ബില്ലിൽ നമുക്ക് ഏറ്റവും താഴെ കാണാനായിട്ട് സാധിക്കുന്നത്. ദെൻ GST കൗൺസിൽ ഉണ്ട്. എന്താണ് GST കൗൺസിൽ നോക്കാം. Union Finance Minister is the chairman of the GST Council and the members are Union Minister of the state in charge of the finance and state finance ministers. The council makes a recommendation on the following. അപ്പം കേന്ദ്ര ധനകാര്യ മന്ത്രി ചെയർമാനായ GST സമിതിയിൽ സംസ്ഥാന ചുമതലയുള്ള കേന്ദ്ര ധനകാര്യ സഹമന്ത്രിയും സംസ്ഥാനങ്ങളിലെ ധനകാര്യ മന്ത്രിമാരും അംഗങ്ങളായി ഉണ്ട്. ഇനി ഈ സമിതിയിൽ പറയുന്ന ശുപാർശകൾ, എന്തൊക്കെ ശുപാർശകൾ നൽകുന്നു എന്ന് നമുക്ക് നോക്കാം. ദി കൗൺസിൽ മേക്സ് റെക്കമെൻഡേഷൻ ഓൺ ദി ഫോളോയിങ്. ഫസ്റ്റ് വൺ, ടാക്സസ്, സെസ് ആൻഡ് സർചാർജ് ദാറ്റ് ആർ ടു ബി മേർജ്ഡ് ഇൻ ടു GST. അതായത് GST ലയിപ്പിക്കേണ്ട നികുതികൾ, സെസ്സുകൾ, സർചാർജുകൾ എന്നിവയ്ക്കുള്ള ശുപാർശകൾ നൽകുന്നു, റെക്കമെൻഡ് ചെയ്യുന്നു. ദ ഗുഡ്സ് ആൻഡ് സർവീസസ് ദാറ്റ് ആർ ടു ബി ബ്രോട്ട് അണ്ടർ GST പരിധിയിൽ വരുത്തേണ്ടതും ഒഴിവാക്കേണ്ടതുമായ ചരക്കുകളും സേവനങ്ങളും. ഡിറ്റർമൈനിങ് GST റേറ്റ്സ്, നികുതി നിരക്കുകൾ നിശ്ചയിക്കുന്നു. ദ ടൈം ഫ്രെയിം ഫോർ ഇൻക്ലൂഡിങ് the excluding items into GST. The time frame for including the excluded items into GST. അതായത് ഒഴിവാക്കപ്പെട്ടിരിക്കുന്ന ചരക്കുകളും സേവനങ്ങളും GSTയിൽ ഉൾപ്പെടുത്തേണ്ട സമയം. ഏതൊക്കെ വസ്തുക്കളാണോ GSTയിൽ നിന്നും ഒഴിവാക്കി നിർത്തിയിരിക്കുന്നത് അവയെ GSTയിൽ ഉൾപ്പെടുത്തേണ്ട സമയം നിശ്ചയിക്കുക. പിന്നീട് ലാസ്റ്റ് പോയിന്റ് എന്നിട്ട് പറഞ്ഞാൽ ഡിറ്റർമൈനിങ് ദ ടാക്സ് എക്സംഷൻ ലിമിറ്റ് ഓൺ ദി ബേസിസ് ഓഫ് ദി ടോട്ടൽ ടേൺ ഓവർ. അതായത് മൊത്തം വിറ്റുവരവിൽ അടിസ്ഥാനത്തിലുള്ള നികുതി ഒഴിവിൻ്റെ പരിധി നിശ്ചയിക്കൽ. ഇവയൊക്കെയാണ് GST കൗൺസിലിൻ്റെ റെക്കമെൻഡേഷൻസ് പറയുന്നത്. ഐറ്റംസ് ദാറ്റ് ഡു നോട്ട് കം അണ്ടർ GST അറ്റ് പ്രസൻറ്റ്. അപ്പോൾ GSTയിൽ പരിധിയിൽ വരാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിലവിൽ GSTയുടെ പരിധിയിൽ പെടാത്ത ഇനങ്ങൾ എന്തൊക്കെയാണ്? പെട്രോളിയം പ്രോഡക്ട്സ്, റോ പെട്രോളിയം, ഡീസൽ, പെട്രോൾ, നാച്ചുറൽ ഗ്യാസ്, ഏവിയേഷൻ ഫ്യൂവൽ, ഇലക്ട്രിസിറ്റി, liquor do not come under GST. The existing indirect tax system will continue on these items. Then നമ്മൾ ടെക്സ്റ്റ് ബുക്ക് പ്രിൻ്റ് ചെയ്ത സമയത്തുള്ള കാര്യങ്ങളാണ്. ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ പ്രസൻ്റായിട്ട് ഇനി വന്നുകൂടാഴിക ഇല്ല, പ്രസൻ്റ് മാറ്റങ്ങളുണ്ടാവാം. ദെൻ
ഡിസ്കസ് വെദർ ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് ടാക്സ് സീരിയസ്ലി അഫക്റ്റ് ദി കോമൺ പീപ്പിൾ. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വർക്ക് തന്നിരിക്കുകയാണ്. സാധാരണക്കാരെ പ്രത്യക്ഷ നികുതിയാണോ പരോക്ഷ നികുതിയാണോ ഏറ്റവും കൂടുതലായിട്ട് ബാധിക്കുന്നത്? അതിനുള്ള സൂചനകളിലൂടെ കൊടുത്തിട്ടുണ്ട്. നികുതി ഭാരം, വിലവർധന എന്നുള്ള കാര്യങ്ങൾ തനിയെ ചെയ്യാൻ ശ്രമിക്കുക. ദ അതർ 2 സോഴ്സസ് ഓഫ് ഇൻകം ഓഫ് ദി ഗവൺമെൻറ് ആ സർചാർജ് ആൻഡ് സെസ്. ഗവൺമെൻറ്റിൻ്റെ മറ്റ് 2 തരത്തിലുള്ള വരുമാനങ്ങൾ എന്ന് പറയുന്നത് സർചാർജും സെസ്സുമാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇപ്പം നിങ്ങൾ ഇത്രയും GST വരെയുള്ള കാര്യങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, താങ്ക് യു ഫോർ ലിസണിങ്.